ഈ അഭിമുഖത്തിന് വേണ്ടി ഞാനൊന്നും തയ്യാറെടുത്തില്ല. കാരണം വെച്ചാൽ രണ്ടിപ്പം സിദ്ദിഖിനെ പോലെ ഒരാളോട് സംസാരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പ് വേണ്ട. സിദ്ദിഖൊരു തുറന്ന പുസ്തകമാണ്. ഒരു കാര്യവും ചോദിക്കരുത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്ത് ചോദിക്കാമെന്ന്. പക്ഷെ ഒരു ചോദ്യം ഞാൻ ചോദിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. അതെന്താണത്? അതെന്തായിരിക്കും? പിരിയാനുള്ള കാരണം. എന്താ കാരണം അറിയോ? എനിക്ക് ഈ പാവം പിടിച്ച സിദ്ദിഖിനെ കൊണ്ട് വെറുതെ കള്ളം പറയിപ്പിച്ച് ഒരു പേര് എന്താ പറയണ്ടേ, ഈ ഒരു പെരുദോഷം എനിക്ക് ഉണ്ടാക്കി കിട്ടാതെ ഞാൻ വിചാരിച്ചു. കറക്റ്റല്ലേ? കറക്റ്റാണ്. ആ, എന്ത് ഞാൻ ഇത് എങ്ങനെ തിരിച്ചിട്ട് ചോദിച്ചാലും സിദ്ദിഖില്ലാലും കള്ളേ പറയുള്ളൂ. അതും ഓരോ പ്രാവശ്യവും കള്ളം പല രൂപത്തിലും ഭാവത്തിലും മാറി മാറി മറിഞ്ഞു വരും. ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചാൽ സിദ്ദിഖ് പറയാൻ പോകുന്ന ചോദ്യം ഇതാണ്: ബ്രിട്ടാസി, ലാൽ എന്നുള്ളൊരു മഹാകലാകാരനെ ഞാനിങ്ങനെ കൂട് തുറന്ന് വിടുകയായിരുന്നു. അനന്തവിഹായുസിലേക്ക് അവൻ പറന്നുയർന്ന് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്നില്ലല്ലോ ഒരു കോപ്പ്. അപ്പം ഞാൻ അതിൽ അഭിനയിക്കുന്ന വിചാരിച്ച കുന്ത എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആ ചോദ്യം സ്കിപ്പ് ചെയ്യാം. അത് തന്നെയല്ല, ഇത്രയും പ്രഷറുണ്ടായിട്ടും പറയാതിരിക്കണമെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടാകും എന്നും വിചാരിക്കാമല്ലോ. ഞാൻ വീണ്ടും ഒരുപക്ഷെ സിദ്ദിഖിനെ JB ജംഗ്ഷനിൽ കൊണ്ടുവന്നാൽ ഒരു 5 വർഷത്തിന് ശേഷം അല്ല 3 വർഷത്തിന് ശേഷം ഈ JB ജംഗ്ഷൻ എന്നുള്ള പ്രോഗ്രാം അന്നുണ്ടെങ്കിൽ സിദ്ദിഖിന് അന്ന് പറയാൻ പറ്റുമോ? അത് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ആർക്കും ഗുണമില്ല. അതറിഞ്ഞിട്ട് ഗുണം സിനിമയ്ക്ക്, അതിൽ ബന്ധപ്പെട്ടവർക്കും ഗുണമില്ല. കുറേ പേര് വേദനിപ്പിക്കാമെന്ന് മാത്രം. അപ്പോൾ അത് വെറുതെ അത് നിന്നൊരു ഉത്തരം കിട്ടി. അതായത് ഇതുവരെ പിരിയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാരണങ്ങളൊക്കെ കള്ളമായിരുന്നു എന്ന് സിദ്ദിഖ് വളരെ സമർത്ഥമായി പറഞ്ഞു. അതെ, ഇതാണ് സിദ്ദിഖിന് നിഷ്കളങ്കത. സിദ്ദിഖ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ